ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സേമിയ പായസം അഥവാ വെർമസല്ലി. അപ്പം ഓണമൊക്കെ വരികയില്ലേ, അതുകൊണ്ടാണ് പായസത്തിൻ്റെ റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മിഡ് പോയിന്റ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. വീഡിയോ മുഴുവനായും കാണാനും കൂടെ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു ഉരുളി അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ ഉരുളിയിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 50 ഗ്രാം കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കശുവണ്ടിയുടെ കളറൊക്കെ മാറി ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, കശുവണ്ടിയുടെ കളറെല്ലാം മാറി ചെറുതായൊന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതായത് മുന്തിരിയെല്ലാം നല്ല ബബിൾസ് ആവുന്നത് വരെയാണ് ഇളക്കി കൊടുക്കേണ്ടത്. എല്ലാവർക്കും അറിയാമല്ലോ. അതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും നമ്മൾ നെയ്യിൽ വറുക്കുന്ന സമയത്ത് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നോക്കണം കേട്ടോ. കണ്ടില്ലേ, മുന്തിരി ഇപ്പം നന്നായിട്ട് ബബിൾസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും നെയ്യിൽ നിന്നും കോരി മാറ്റാം. ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി വന്ന നെയ്യിലേക്ക് സേമിയ 1 കപ്പ് ഇട്ട് കൊടുക്കാം. നീളത്തിലുള്ള സേമിയാണ് ഞാൻ മേടിച്ചത്. അത് ഞാൻ ഇതേപോലെ ചെറുതായിട്ട് ഒടിച്ചെടുത്തതാണ്. ഇപ്പം റോസ്റ്റഡ് സേമിയൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മേടിച്ചിട്ട് ചെറുതായിട്ട് നെയ്യിലൊന്നും ഇതേപോലെ ഫ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് നെയ്യിലൊന്ന് വഴറ്റിയാൽ മതി. തീ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ തുടർച്ചയായിട്ട് ഇളക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നോക്കിക്കേ, സേമിയ ഇപ്പോൾ കണ്ടില്ലേ, ചെറുതായി ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതേ അളവിൽ തന്നെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി തീ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിനുശേഷം തുടർച്ചയായി കൈ ഇളക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം ഒന്ന് തിള വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കാം കേട്ടോ. കണ്ടില്ലേ, തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം. നമ്മൾ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുന്നതെന്ന് എന്തിനെന്ന് വെച്ചാൽ മുകളിൽ പാട കെട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുന്നത്. ഇനി കൈ എടുക്കാതെ തുടർച്ചയായിട്ട് ഇളക്കി സേമിയ വേവിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ലിറ്റർ പാല് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. മധുരം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1/2 എന്നുള്ളത് 1/4 കപ്പ് ആക്കാവുന്നതാണേ. അതല്ല, പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം 3 മിനിറ്റെങ്കിലും ഒന്ന് തിളപ്പിക്കണം കേട്ടോ. ഇപ്പം ഏകദേശം 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ഉണക്കമുന്തിരി പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തുടർച്ചയായിട്ടൊന്ന് ഇളക്കി 2 മിനിറ്റ് കൂടി ഒന്ന് വേവിക്കാം. ഇപ്പോൾ പായസം പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവസാനമായി 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം തുടർച്ചയായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് എങ്കിലും ഇങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും പായസം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മേളിൽ വീണ്ടും പാട കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ സേമിയ അഥവാ വെർമസല്ലി പായസം റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകണ്ടേ. അറിയാത്തവർ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.